എൻ്റെ പൊന്നു അവിയൽ സ്റ്റോറീസിന് ഫെലിക്സ് വീണ്ടും സംസാരിക്കുന്നു. ഇന്ന് തുടരും എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് തുടരും, ഒന്നും പറയാനില്ല. പടം കഴിഞ്ഞിറങ്ങിയതിൻ്റെ വന്നിറങ്ങിയ ആൾക്കാരുടെ നമുക്ക് റെസ്പോൺസ് പോലും ചോദിക്കാൻ വയ്യാത്തവണ്ണം ഗൂസ് ബംസിലാണ് ആൾക്കാർ നിൽക്കുന്നത്. അത്രമാത്രം കിക്ക് നിറഞ്ഞൊരു പടം. നിങ്ങൾക്കൊരു 80കളിലെ മോഹൻലാൽ അല്ല 90കളിലെ മോഹൻലാൽ, ഇപ്പം ആക്ഷൻ ഹീറോയിൽ തന്നെ മോഹൻലാൽ വളർന്നു വന്നൊരു പാത്തുണ്ട്. അത് ഒരു ഇമോഷണൽ നായകനായിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് ഇന്ദ്രജാലം, മൂന്നാം മുറ, 20-ാം നൂറ്റാണ്ട്, രാജാവിൻ്റെ മകൻ, അങ്ങനെ ഒരു വലിയ കെട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ലെയറായിട്ട് പുള്ളി അടിഞ്ഞു കയറി വന്നൊരു കാലമുണ്ട്. ആ ഒരു സമയത്തെ മോഹൻലാലിനെ വേറൊരു രീതിയിൽ അവതരിപ്പിക്കുന്നു. ദൃശ്യത്തിനകത്ത് നിങ്ങൾ കണ്ടൊരു ഇമോഷണൽ പഞ്ചാണ്. അതായത് ഒരാൾ അയാളുടെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി അതിൻ്റെ ഏതറ്റം വരെയും പോകുന്നു. അതിന് എന്തുമാത്രം വേണ്ടി സഹിക്കേണ്ടി വരുന്നു, കുടുംബം സഹിക്കേണ്ടി വരുന്നു. ഇതിൽ അതേ തീം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും, എനിക്ക് കഥ സ്പോയിലർ ആകാത്ത രീതിയിൽ പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇതേ തീം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ആ ആൾക്കാരെക്കാട്ടിലും കൂടുതൽ നമ്മൾക്ക് ഇയാൾ കരഞ്ഞാൽ നമ്മുടെ കൂടെ കരയുകയും അയാൾ ഇടിച്ചാൽ നമുക്ക് ഇടിക്കണമെന്ന് തോന്നുകയും അയാൾക്ക് അമർഷവും ദേഷ്യവും ഉള്ളി അമർത്തപ്പെടുത്തി നമ്മൾ സീറ്റിൻ്റെ എഡ്ജിലിങ്ങനെ മുറുകിയിരിക്കുകയും ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് കിടുവായിട്ട് ചെയ്തെടുത്തു. ഒന്നും പറയാനില്ല. KR സുനിൽ പുള്ളി പറയുന്നുണ്ട്, ഇതുപോലൊരു പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ, ഒരു തിരുവനന്തപുരം പോലീസ് സ്റ്റേഷൻ്റെ മുമ്പ് ഭാഗത്ത് അയാളുടെ കാറ്, ആ പോലീസ് സ്റ്റേഷൻ്റെ ഉപേക്ഷിക്കപ്പെട്ട കാറുകളുടെ കൂട്ടത്തിൽ കിടക്കുന്ന ഒരാളെ നോക്കി നിൽക്കുന്ന ഒരു ഡ്രൈവറുടെ മുഖം, ഒരു താടിക്കാരൻ ഡ്രൈവറുടെ മുഖം ഒരു കാലത്ത് ഓർമ്മയിൽ കണ്ട ഒരു കഥ പറയുന്നുണ്ട്. ഈ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വർത്തമാനം പറഞ്ഞ കൂട്ടത്തിൽ അന്ന് അങ്ങനെ കണ്ടൊരു ഡ്രൈവറിൽ നിന്ന് ഈ ഷൺമുഖം എന്ന് പറഞ്ഞ ഡ്രൈവർ ഉണ്ടായതായിട്ട് ഇവർ പറയുന്നത്. അന്ന് വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ടൊരു കഥ. അതായത് അയാളുടെ എല്ലാം നഷ്ടപ്പെട്ട് കിടക്കുകയാണ്, അവിടെ ലോക്ക് ചെയ്ത് കിടക്കുകയാണ്. അന്നത്തെ ഒരു കാഴ്ചയിൽ നിന്നുണ്ടായ ഒരു സ്പാർക്ക്, അതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന വഴികളുണ്ട്. നിങ്ങൾ കുറ്റം പറയാതിരിക്കാൻ പറ്റത്തില്ല. എമ്പുരാൻ ഇതിൻ്റെ എത്രയോ കോടി ഇരട്ടിക്കൊണ്ട് പൊടിച്ചു കളഞ്ഞൊരു പാട്ടപ്പടം ഇപ്പോൾ 2 ദിവസം മുമ്പ് ഇറക്കി കാണും. നിങ്ങൾ OTT നിങ്ങളെല്ലാവരും കണ്ടു കാണും. ഇനി നിങ്ങൾ പറ, ആ സാധനം കണ്ടിട്ട് ഇത് നിങ്ങൾ തിയേറ്ററിൽ വന്ന് കാണണം. തിയേറ്ററിലേ കാണാവുള്ളൂ. ഇത് വേറൊന്നും പറയാനില്ല. അത്രമാത്രം നിങ്ങളെ ഒരു പ്രഷർ കുക്കറിനകത്ത് ഇട്ട് വെച്ചിട്ട് നീറ്റുന്ന ടൈപ്പിലുള്ള സീനുകൾ, അത്ര മനോഹരമായ BGM. ജെക്സ് ബിജോ, യു ആർ അമേസിങ്. ഇത് അന്ന് ഞങ്ങൾ എമ്പുരാൻ്റെ റിവ്യൂവിനകത്ത് ഞങ്ങൾ എടുത്തു പറഞ്ഞാണിത്, എന്തിനാണ് ആ ക്ലാപ്പനൊക്കെ സംഗീതം കൊടുത്തതെന്നുള്ളത്. കാരണം ജെക്സ് ബിജോയോ അല്ലെങ്കിൽ ഒരു സുഷിൻ ശ്യാമോ പോലത്തെ ഒരാൾ ചെയ്യുകയായിരുന്നെങ്കിൽ എവിടെയോ എത്തേണ്ടിയിരുന്ന BGMകളും എവിടെയോ എത്തേണ്ടിയിരുന്ന ഒരു സ്റ്റോറിയുടെ മൂവുണ്ട്, ഒരു ഫ്ലോ ഉണ്ട്. ആ ഫ്ലോയാണ് എമ്പുരാൻ കൊണ്ട് നശിപ്പിച്ച് കളഞ്ഞത്, റീല് പിടിച്ച്. കുറ്റം പറയാതിരിക്കാൻ വയ്യ. കാരണം അതിനോട് കമ്പയർ ചെയ്ത് ഈ പടത്തെ കൈയടിക്കാൻ പറ്റും. ഓരോ സ്റ്റണ്ട് സീനിലും നിങ്ങൾക്ക് ആ കഥയ്ക്കകത്ത് ആ ആളെ അവിശ്വസിക്കാനൊരു മാർഗ്ഗമില്ല. ഈ നായകനെ അവിശ്വസിക്കാൻ നിങ്ങൾക്ക് ഒരു മാർഗ്ഗവുമില്ല. അത്ര പെർഫെക്റ്റ് ആയിട്ട് ആ സംഭവത്തിൻ്റെ ലെയർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഒത്തിരിയേറെ തവണ തരുൺമൂർത്തി, യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. കാരണം ഇതിൻ്റെ കഥ KR സുനിലാണെങ്കിലും ഈ സ്ക്രിപ്റ്റിനെ ഇത്രയും ആഴത്തിൽ ലെയർ വൈസ് ആയിട്ട് അടുക്കിയെടുക്കുകയും ഇത്രയും പഞ്ച് ഉണ്ടാക്കുകയും ഇതിന് ഇത്രയും ഡെപ്ത് ഇൻജക്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്ന തരുൺമൂർത്തിയാണ് ഇവരെടുത്ത് പറയുന്നുണ്ട്. അതാണ് അതിൻ്റെ കിക്കും. കാരണം നമുക്കൊരു അന്തം വിട്ടിരിക്കാൻ പറ്റുന്ന പരുവത്തിലാണ് ആ കഥ പോയിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. ഒരു കൊമ്പൻ കാട്ടിലോട്ട് ഇറങ്ങുമ്പം തുടക്കം തന്നെ കാണിക്കുന്ന വാക്കതാണ്. ആനകൾ നടന്നു തുടങ്ങുമ്പോൾ കാട് ഇളകി തുടങ്ങും എന്നുള്ള വാചകത്തിലാണ് തുടങ്ങുന്നത്. നമുക്ക് ആ വാചകം പ്രത്യേകിച്ച് ഒന്നും ഉള്ളതായിട്ട് തോന്നത്തില്ല. പക്ഷെ ആ വാചകത്തെ ഏറ്റവും അവസാനം വരെ കാടെന്ന് പറഞ്ഞത് ഒരു സിംബോളിക്കായിട്ട് നിങ്ങളുടെ കൂടെ നടക്കുന്ന ഈ കഥയുടെ കരച്ചിലും വിഷമവും അമർഷവും നിരാശയും തിരിച്ചടികളും എല്ലാം കാണിച്ചുകൊണ്ട് കാട് നിങ്ങളുടെ കൂടെ ഉണ്ട്. പക്ഷെ അതുപോലെ യോജിച്ച BGM നമുക്കൊരു തരത്തിലും ആ BGM രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതാണ് പറഞ്ഞ വാചകം. നിങ്ങളെ പരിപോഷിപ്പിച്ചെന്നോ അല്ലെ പുഷിയൊന്നും അല്ല പറയേണ്ട വാചകം. നിങ്ങൾക്ക് ഈ BGM ഊരിപ്പോകാൻ പറ്റത്തില്ല. അത്ര ക്ലീനായിട്ട് അവരതിനെ ലിങ്ക് ചെയ്ത് ചേർത്തിരിക്കുന്നത്. പിന്നെ ശോഭന, അയ്യോ ഒന്നും പറയാനില്ല. മോഹൻലാലിന് ഇപ്പം നേർക്ക് തരുന്നേ, നിങ്ങൾ ആ താടി വെട്ടണ്ട, താനെന്ത് കാണിക്കുവാടോ എന്ന് നാളെ ചോദിക്കാൻ പറ്റുന്ന പരുവത്തിൽ ഇന്ന് ശോഭനയല്ലത് ആരുണ്ട്. കുറച്ച് കഞ്ഞി എടുക്കട്ടെ എന്ന് മഞ്ജുവാരി ചോദിക്കുമ്പോൾ ശരിയല്ല നമുക്ക് തോന്നുന്നത്. നമുക്ക് ആ കുടുംബത്തെ ആദ്യം ഡെപ്പിക്റ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു സീനുണ്ട്. ഷൺമുഖം എന്ന് പറഞ്ഞൊരു ടാക്സി ഡ്രൈവർ, ഒരു പഴയ വിൻറ്റേജ് മാർക്ക് 1 അംബാസഡറായിട്ട് ലോക്കൽ ഓട്ടങ്ങളിൽ ടാക്സി ഓടിക്കൊണ്ടിരിക്കുന്ന അംബാസഡർ മനുഷ്യൻ്റെ കഥയാണിത്. ഒരു കറുത്ത അംബാസഡർ നമ്മൾ അയാളുടെ ജീവിതത്തിനൊപ്പം സഞ്ചരിക്കുന്നു. ഇയാൾ എന്താണെന്നൊരു ഹിസ്റ്ററി പറയുന്നുണ്ട്. ഇയാൾ കാണിക്കുന്ന മുഴുവൻ മൂവാറ്റുപുഴ തൊടുപുഴ ഏരിയകളാണ്. ആ ഗ്രാമഭംഗി എന്നല്ല പറഞ്ഞ കാടിൻ്റെ ഭംഗി, ആ കാടിൻ്റെ വന്യതയും ഭംഗിയും ബ്യൂട്ടിഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് എടുത്ത് കൊടുത്ത് തന്നത് അവസാനം ഞാൻ പറയുന്നുണ്ട്, ഈ കാണിക്കുന്ന ഈ ഏറ്റവും ക്ലൈമാക്സ് സീനുകളിൽ കാണിക്കുന്ന സീനുകൾ പോലും ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലം മൂവാറ്റുപുഴയാണ്. മൂവാറ്റുപുഴയ്ക്കകത്ത് വെറും ചെറിയ നാട്ടിലെ ലോക്കൽ തോടുകളാണ് കാണിക്കുന്നത്.
പക്ഷേ ഒരു ഡ്രോൺ ഷോട്ടോടുകൂടി അത് ഇമ്പാക്റ്റ് മുന്നോട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്നത് ഇത് വേറെ എവിടെയോ ഒരു സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്യാൻ കൊടുക്കുന്ന ഇമ്പാക്റ്റിലേക്ക് ആ സ്ഥലം വരുന്നു. ബ്യൂട്ടിഫുൾ. നമുക്കത് എന്നാ ഇവരുടെ വിഷൻ ഭയങ്കരമാണ്. അവരെ ലൊക്കേഷൻ എടുത്തായിക്കോട്ടെ, അവരതിനു വേണ്ടി കൊടുത്ത എഫേർട്ട് ആയിക്കോട്ടെ. ലൊക്കേഷൻ ഹണ്ടിങ്ങിന് പോയ ആൾക്കാരെ എന്തുകൊണ്ടും അവരെ മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അത് ആരാണെന്ന് എനിക്കറിയത്തില്ല. ബട്ട് നിങ്ങൾക്ക് ആ സ്ഥലം കൈവെള്ളയെ വരച്ച പോലെ അറിയാം എന്ന് നമുക്ക് ആ പടം കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ എഫേർട്ട് അതിനകത്ത് എടുത്തിട്ടുണ്ട്. ആ സ്ഥലത്തിൻ്റെ ആ രാത്രിയുടെ എഫക്റ്റുകളും ആൾക്കാരെ കൊണ്ടുവരുന്നെല്ലാം. പിന്നെ അടുത്തത് പറയാനുള്ളത്, മോഹൻലാൽ കഴിഞ്ഞാൽ ഇനി കേരളം ചർച്ച ചെയ്യാൻ പോകുന്ന അടുത്ത പീസാണ് ഈ വന്നിരിക്കുന്നത്. എൻ്റെ പൊന്നോ, പ്രകാശ് വർമ്മ എന്നുള്ള ആളെ എന്തുമാത്രം ആൾക്കാർക്ക് അറിയാമെന്ന് എനിക്ക് അറിയത്തില്ല. ഇയാളൊരു വളരെ ഫേമസ് ആയിട്ടൊരു ആർട്ട് മേക്കറാണ്. ഇന്ത്യയിൽ തന്നെ ഒത്തിരിയേറെ വലിയ ബിഗ് വർക്കുകളുടെ പുറകിൽ പേര് കേട്ട ഒരു മലയാളി നെയിമാണത്. സിനിമാ ഗ്രൂപ്പുകൾക്കകത്ത് മറ്റുള്ളിടത്തൊക്കെ ഇയാളെക്കുറിച്ച് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് ഇയാൾ നാളെ ഒരു കാലത്ത് ഇപ്പം മാർട്ടിൻ പ്രക്കാട്ടൊക്കെ വന്ന പോലെ അയാളുടെ സിനിമാ സംവിധായകനായിട്ടോ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ടൈപ്പിലുള്ളൊരു വലിയ കോൺട്രിബ്യൂഷൻ മലയാള ഇൻഡസ്ട്രിക്കകത്ത് വരും, അങ്ങനത്തെ ലെവലിലോട്ട് പുള്ളി കൊണ്ടുവരുമെന്നാണ് വിചാരിച്ചത്. ഈ ഒരു പരുവത്തിൽ ഇൻട്രൊഡ്യൂസിങ് പ്രകാശ് വർമ്മ എന്ന് എഴുതി കാണിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല എൻ്റെ പൊന്നോ ഇതാണ് കാണാൻ പോകുന്ന വിസ്മയം എന്നുള്ളത്. ആ പോലീസുകാരനായിട്ട് ഇറങ്ങി വരുന്ന ഓരോരുത്തരോട് സംസാരിക്കുന്ന നമുക്ക് കിട്ടുന്ന ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ മോഹൻലാൽ പൊളിച്ച്. പക്ഷെ ആ വില്ലൻ എന്തുമായിരുന്നു, ഹലോ എന്നിങ്ങനെ കാണിക്കുന്നൊരു സീനുണ്ട്. അതങ്ങ് കിടക്കുവാണ്. നിങ്ങൾക്ക് ഒരിക്കലും ഒരു റിപ്പീറ്റഡ് മടുപ്പ് തോന്നത്തില്ല. നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഇയാളെന്നെ കാണിക്കുന്നു തോന്നത്തില്ല. അയാളെ കാണിക്കുന്ന ഓരോ സീനിനകത്ത് നമുക്കിങ്ങനെ അമർഷവും കലിപ്പും തോന്നും. അയാൾ ഉപയോഗിക്കുന്ന കുരുട്ടുബുദ്ധി, അയാളുടെ കുടില ബുദ്ധി കൊണ്ട് ആൾക്കാർക്ക് അനുഭവിക്കുന്ന ദുരിതങ്ങൾ കാണുമ്പോൾ നമുക്ക് ഇയാളുടെ കലിപ്പ് സങ്കടം തോന്നാൻ അത്രയും ഡീപ്പായിട്ടുള്ള രീതിയിലാണ് കഥയും കഥാപാത്രവും ഉണ്ടാക്കിയെടുത്തത്. അതിനേക്കാട്ടിലും കൂടുതലായിട്ട് അയാളുടെ ആ ഒരു ഓറയുണ്ട്. നിങ്ങൾ എൻ എഫ് വർഗീസിനെ, ഇത് വിശ്വനാഥൻ്റെ കൊച്ചി എന്ന് പറഞ്ഞ എൻ എഫ് വർഗീസിനെ മറന്നിട്ടുണ്ടെങ്കിൽ ദേ ഇയാൾ വീണ്ടും വരുന്നു. കറക്റ്റ് അതേ പാറ്റേൺ, കറക്റ്റ് അതേ പവർ, അതേ ഓറ, അതേ നമ്മളൊരു പൈപ്പ് കൈ പിടിച്ച് തിരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ എൻ എഫ് വർഗീസ് എന്ന് പറയില്ല. അത്ര മനോഹരമായിട്ട് ഒരു ഡീപ്പ് ഹിറ്റ് തന്നുകൊണ്ട് വന്ന ഒരു പുതിയ ഫേസ്. ഇനി അയാൾ മലയാള ഇൻഡസ്ട്രി വിട്ടു പോയില്ല. ഇനി മലയാള ഇൻഡസ്ട്രിക്ക് അയാളെ കളയാൻ പറ്റില്ല. ഇനി ഒരു അടുത്തൊരു പ്രകാശ് രാജ് എന്നൊക്കെ ഉള്ള ലെവലിലോട്ട് കയറിപ്പോകാനുള്ള ഇമ്പാക്റ്റ് പുള്ളിക്കുണ്ട്. അതിനുള്ള കാലിബറുള്ളൊരു മനുഷ്യനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വീണ്ടും എടുത്ത് പറയാനുള്ള ബിനു പപ്പു. അയ്യോ, മോഹൻലാലിനൊപ്പം മത്സരിച്ച് അഭിനയിച്ചൊരു മനുഷ്യൻ. നിസ്സഹായതയുണ്ട്. ഈ വാലാട്ടിപ്പട്ടിയുടെ വിധേയത്വം കാണിച്ച് എന്നാ ഒരു സ്വയം പുച്ഛിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരു മനുഷ്യൻ്റെ ഗതികളാണ്. പക്ഷേ അവിടെ എല്ലാം അയാൾ കാണിക്കുന്ന ആ നമ്മൾ അയാളുടെ അപ്പനെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ മുതൽ പപ്പുവിൻ്റെ മോനായത് എന്ന് നമുക്ക് സ്വയം തോന്നും. പപ്പുവിൻ്റെ മോനാതെ, പക്ഷേ പപ്പു നിന്ന റേഞ്ചിനെക്കാട്ടിൽ എത്രയോ ഹൈ ലെവലിൽ അവനാ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലേ എന്നുള്ളതാണ്. ഒരിടത്ത് പോലും നമുക്കൊരു ഓവർ ആക്ടിങ് ആയിട്ട് തോന്നുന്നില്ല. ഒരിടത്ത് ഒരു അണ്ടർ പ്ലേ ആയിട്ട് പുള്ളി ഡൗൺ സൈസ് ചെയ്യപ്പെട്ടായിട്ട് നമുക്ക് തോന്നുന്നില്ല. അയാളുടെ ക്യാരക്ടർ ഒരിക്കലും പ്രാധാന്യം നഷ്ടപ്പെടുന്നില്ല. അതാണ് അതിനകത്തെ പ്രത്യേകത. മോഹൻലാൽ മാത്രം ഉണ്ടാക്കിയെടുത്തൊരു സ്റ്റോറി ഹൗസ് അല്ലത്. നമ്മൾ വന്ന് കയറിയത് ഒരു വലിയ കാടിനകത്തെ ഒരൊറ്റക്കൊമ്പൻ അതിൻ്റെ മകനെയും കൊണ്ട് നടക്കാനിറങ്ങുന്ന അവസ്ഥ. അതിൽ കുട്ടിക്കൊമ്പൻ ഉണ്ടാകുന്ന അപകടത്തിൽ ഒരു ഒറ്റക്കൊമ്പൻ എങ്ങനെ പ്രതികരിച്ചേക്കാം എന്നുള്ളതാണ് ഈ കഥ. ഇതാണ് പ്ലേ ഹൗസ്. ഈ പ്ലേ ഹൗസിനകത്ത് ഈ പറയുന്ന ഓരോരുത്തരും കൊടുക്കുന്ന ഇമ്പാക്റ്റ്, അതാണ് ഈ പടത്തിൻ്റെ നട്ടല്. അത് ഒരാളോ 2 പേരോ കൊണ്ട് ഉണ്ടാക്കിയതല്ല. ഇത്രയും ആൾക്കാർ കൂടി കൊടുത്ത ഒരു ബിഗ് ഓറയുണ്ട്. ആദ്യത്തെ ഒരു 15 മിനിറ്റ് അനങ്ങാതിരുന്ന തിയേറ്റർ, പിന്നെ അവസാനം വരെയും ഇങ്ങനെ കയ്യടിയും കൂവലും വിസിലടിയും മാത്രം. ഒത്തിരി ഫാമിലി ഓഡിയൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളോട് സംസാരിച്ചതൊക്കെയും ഒരു 40കളിലും 50കളിലും നിൽക്കുന്ന ആൾക്കാരാണ് ഞങ്ങളോട് സംസാരിച്ചതൊക്കെയും. എല്ലാവരും ഒരേപോലെ പറഞ്ഞ ഒറ്റ വാചകമാണ്, എൻ്റെ പൊന്നു പഴയ മോഹൻലാൽ തിരിച്ചു വന്നു. യെസ്, ഹീ ഈസ് ബാക്ക്. ഇത് തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും അതല്ലാതെ ഒരു വാക്ക് പറയാനില്ല. ഇത് തുടരട്ടെ. ഈ പുള്ളിയെ ഇത്രയും കഴിവോടുകൂടി എമ്പുരാനി കണ്ട് ഒരു ചണച്ചാക്ക്, ഒരു കറുത്ത ചണച്ചാക്കും വലിച്ച് ദേഹത്തിട്ടുകൊണ്ട് അങ്ങോട്ടും ഇട്ടും ട്രെയിനിനും ഹെലികോപ്റ്ററിനും വന്നിറങ്ങിയിട്ട് റീലെടുത്ത് കാണിച്ച് കോമാളിയാക്കി കളഞ്ഞ ആ മനുഷ്യനെ കഴിവുള്ള ഒരുത്തൻ കൈ കിട്ടിയപ്പോൾ പോളിഷ് ചെയ്തെടുത്ത് എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾ കാണുവാണ്. സന്തോഷമേ ഉള്ളൂ. സോ ഹാപ്പി ടു സീ ദിസ്. ഈ പടം തിയേറ്ററിൽ അങ്ങയുടെ കത്തിക്കേറി ഓടും, ഒന്നും പറയാനില്ല. ബട്ട് അത് മാത്രമല്ല, OTTയിൽ ഈ പടത്തിന് ഒരു വലിയ കൾട്ടുണ്ടാവും. കാരണം നിങ്ങൾ പഴയ ആ ആക്ഷൻ ഹീറോ മോഹൻലാലിനെ വീണ്ടും കാണുക. ലൂസിഫറിനകത്ത് പോലും നിങ്ങൾ ആശാൻ്റെ കളരിക്കകത്ത് വന്ന പിള്ളേരാന്ന് പറഞ്ഞ് അടി തുടങ്ങുന്ന ഒരു സീനുണ്ട്. ആ സീനിനകത്ത് ഓറെ ഓർക്കുന്നുണ്ടോ? മോഹൻലാൽ തിരിച്ചു വന്നിച്ചും നിലത്ത് തൊട്ട് എഴുന്നേറ്റിട്ട് തുടങ്ങുന്ന അടി ഓർക്കുന്നുണ്ടോ? ആ സംഭവമൊക്കെ പല സീനുകളും നമ്മൾ കാണുമ്പോൾ ഓർക്കും ഇത് നേരത്തെ കണ്ടിട്ടുണ്ടോ എന്ന്. പക്ഷെ ഒരെണ്ണം പോലും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഓർത്തിരിക്കാനുള്ള ഗ്യാപ്പ് തരത്തില്ല. അത്ര മനോഹരമായിട്ട്, അത്ര ഫ്ലെക്സിബിളായിട്ട് അയാളുടെ ആക്ഷൻ ഓറ ഉപയോഗിക്കുന്നു. അതുപോലെ പഴയ തലമുറയെക്കാട്ടിലും പുതിയ തലമുറ സത്യം ആരുടെ ഭാഗത്താണ്, ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കൂ എന്ന് കാണിക്കുന്നൊരു സ്റ്റാൻഡ് അത് ക്ലിയറായിട്ട് ഡെപ്പിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എത്രമാത്രം മനുഷ്യത മനസ്സിലാവുന്നതെന്ന് അറിയത്തില്ല.
ബട്ട് MDMA അടിച്ചും പൊടി വലിച്ചും നിൽക്കുന്ന പിള്ളേരുകൾക്കുള്ളിൽ വേറൊരു ബോധമുള്ള തലമുറ വളർന്നു വരുന്നതെന്ന് കാണിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഇത് ഒരു അമേസിങ് എക്സ്പീരിയൻസ് ആണ്. തീർച്ചയായിട്ടും മിസ് ചെയ്യരുത്. തിയേറ്റർ വാച്ച് മസ്റ്റാണ്. വീണ്ടും പറഞ്ഞു, തിയേറ്റർ വാച്ച് മസ്റ്റാണ്. പിന്നെ ജസ്റ്റ് എൻജോയ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന പറയാൻ കാണും. അടുത്ത അരമണിക്കൂർ 1 മണിക്കൂർ ഞാൻ സംസാരിക്കാം. കാരണം അതുപോലെ പറയാനുണ്ട്. സ്പോയിലർ ആകരുതെന്ന് ഓർത്താണ് കഥയിലേക്ക് ഇങ്ങനെ കിടക്കാതെ കടിച്ചു പിടിച്ച് വെട്ടിച്ചുകൊണ്ട് പോകുന്നത്. കാരണം പറഞ്ഞു പോകും. ഇപ്പം തന്നെ ഞാൻ എന്തൊക്കെ പറഞ്ഞ് എനിക്ക് അറിയത്തില്ല. ബട്ട് എനിവേ, പ്ലീസ് ഡോണ്ട് മിസ് ഇറ്റ് ഇൻ തിയേറ്റർ. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.